സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം 4 മണിക്ക് സ്കൂൾ ഇട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ എടുമാശ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കൽ എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണേ. അതിൽ വാപ്പ പറയാണ്, എന്തേ ഒന്നും കൂടിയും പറയേന്ന് പറഞ്ഞു. ചേനത്തലേന്നാണ് വിളിക്കൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റിയ പേരാണത് എന്ന് വാപ്പ പറഞ്ഞു കൊടുത്താൽ ഇൽമ ഉപകാരമില്ലാതെ പോവും. ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഇൽമ ഉപകാരമില്ലാതെ പോകും. നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഉസ്താദിൻ്റെ നിന്ന് തല്ലിട്ടീന്ന് വന്ന് പറഞ്ഞാൽ ഉസ്താദ് തല്ലണമെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. പുതിയ കാലത്തിനനുസരിച്ച് പരിശീലനം ശ്രദ്ധിച്ച് ഉദ്യാപനം നടത്താൻ വേണ്ടി കഴിയണം. ഉസ്താദിൻ്റെ നിന്ന് തല്ലിട്ടീന്ന് പഴയ കാലത്തെ ആൾക്കാരോട് വന്ന് പറഞ്ഞാൽ ഉസ്താദിനെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടാകുന്നാണ്ട് രണ്ടു കൂടിയും തരും എന്നുള്ളതാണ്. കാരണം ഗുരുവിനെ ആദരിക്കലാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നതും ഗുരുവിനെ ആദരിക്കുക എന്ന സംഗതി അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണത്. അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ എന്തു പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കലായിരുന്നു പഴയകാല രീതി. പുതിയ കാലത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ നബിനോട് പോയി ചോദിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ ബാക്കി തീരുമാനമൊക്കെ പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അതന്നെ എല്ലാവരുടെയും അഭിപ്രായം. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയക്കാൻ നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, മുത്തുനബിയുടെ വളർത്തുപുത്രനാണ്, ചെറിയ കുട്ടിയാണ്. താരതമ്യേന സയ്യിദുനാ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം യുദ്ധത്തിന് പോകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷെ ഓല് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യമായി ഒപ്പുവെക്കുന്ന ഫയല് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പുറപ്പെടണം എന്ന ഫയലിലാണ് ആദ്യമായിട്ട് ഒപ്പിടുന്നത്. ഈ ഫയലിലാണ്ട് ഒപ്പിട്ടപ്പോൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ സമയത്ത് നാട്ടിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പൊതുവേ ഇപ്പം ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പം അധികാരം ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ ആ കുട്ടി നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചങ്ങാണ്ട് അത് മൊത്തത്തിലൊരു ചീത്തപ്പേരല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധസംഘത്തിൻ്റെ നേതൃത്വമൊക്കെ ഒന്ന് മാറ്റി തഴക്കം പഴക്കമുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നേരാക്കിയിട്ടൊക്കെ പോയാൽ പോരെയെന്ന് ഇങ്ങനെ പൊതുവേ ഒരു അഭിപ്രായം അതിങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് സിദ്ദീഖിനോട് പറയണ്ടേന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പം ഇങ്ങനെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞു, ഇന്നത്തെ സമയത്ത് ഇപ്പോൾ അത് പറയാൻ ഏറ്റവും നല്ലത് ഉമർ ഖത്താബാണ് പറഞ്ഞു. ഉമർ ഖത്താബ് അതിലുണ്ട് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കും തോന്നി ഞാൻ തന്നെയാണ് അത് പറയേണ്ട ആൾ എന്ന്. അങ്ങനെ തന്നെയാണല്ലോ സംഗതി, ഞാൻ പറഞ്ഞോളാറുണ്ട്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മഹാനവറുകളെ, ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോകണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. ഇവിടെ ഇങ്ങനെ പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, ഈ സമയത്ത് ഇപ്പം അത് വേണ്ട എന്ന്. ഇങ്ങനെ ആർക്കും അഭിപ്രായം എന്ന് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അങ്ങനെയുള്ള പറയാം. ഇവിടെ ഇങ്ങനെ പൊതുവെ ഹവേല് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അങ്ങനെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി നേരാക്കിയിട്ട് കുറച്ച് മുതിർന്ന തഴക്കും പഴക്കും ചെന്ന ആളുകളൊക്കെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് പോരെ, ഇപ്പം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനൊരു മറുപടി പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കുക,
അങ്ങനെ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും വിചാരിക്കുക. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് പരാജയപ്പെട്ടതിനാൽ ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. അങ്ങനെ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്തുകൾ കൊണ്ട് മദീന അങ്ങാടിയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇതായിരുന്നു അവരുടെ സമീപനം. ആര് പറഞ്ഞു എന്നതാണ് അവർ നോക്കൽ. ഇതിങ്ങനെ വന്ന് നമ്മളൊക്കെ കാലത്ത് മഖ്ദൂം റളിയല്ലാഹു അൻഹു വന്നു. മഖ്ദൂമിങ്ങളുടെ കാലഘട്ടത്തിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മളെ പഴയ ആൾക്കാർ തീരുമാനിക്കൽ അത് മഖ്ദൂമിന് തിരിഞ്ഞിട്ടും ഞമ്മക്ക് തിരിയായിട്ടും ഇക്കാരം തൽക്കാലം മഖ്ദൂം പറഞ്ഞ മാതിരിയാണ്ട് ചെയ്യാം എന്ന് തീരുമാനിക്കലാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. വാച്ച്മാൻ എപ്പോഴാ തഹജ്ജുദ് നിസ്കരിക്കാന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദിനോട്. ആശുപത്രിയിൽ വാച്ച്മാനാണ് ഒരാൾ. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞ് ഉറങ്ങി നീച്ചിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പോൾ വാച്ച്മാൻ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുക? അയാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയതാണെന്ന് പറഞ്ഞാൽ ജോലി കണ്ടു പോകുമല്ലോ. അപ്പം എന്താ കാട്ടുക എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദിനോട്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, രാത്രി പകുതി കഴിഞ്ഞാൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളതിനെന്ത് പറയും? ഞമ്മക്ക് തിരിയായിട്ടും കണ്ണിയത്ത് ഉസ്താദിന് തിരിഞ്ഞിട്ടുമാണ്. അതിന് തഹഖീഖ് എന്ന് പറയും. റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. വാച്ച്മാൻ എപ്പം നിസ്കരിക്കും? രാത്രി പകുതി കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കും. ഇങ്ങനെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ്. ഇതെങ്ങനെ വന്നാന്ന് നിങ്ങൾ ഗുരുവിനെ ആദരിക്കുന്നതിലൂടെ വന്നതാണ്. പുതിയ തലമുറക്ക് ഗുരുനാഥന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെരയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഗുരുനാഥന്മാരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് നീ ഗുരുനാഥൻ എന്ന് പറഞ്ഞതിന് വേറൊരു സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല, മാഷ് മാത്രമല്ല, ടീച്ചർ മാത്രമല്ല, എല്ലാ ഗുരുനാഥന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ പേനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് പേന. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇൽമിൻ്റെ ആദ്യത്തെ വഴി പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. അപ്പം നമ്മൾ എത്രത്തോളം നോക്കണം എന്ന് വെച്ചാൽ പേനയെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നോക്കണം. പേനക്കളി എന്നൊരു കളിയുണ്ട്. ശൈത്താൻ ഉണ്ടാക്കിയ കളിയാണ് ആ കളി, പേനക്കളി. കാരണം പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇൽമ് നഷ്ടപ്പെടാൻ കാരണമാവും, ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെടാൻ കാരണമാവും. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് ഹദീസിലുണ്ട്. മഷിയിൽ ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാനില്ലെങ്കിൽ ഒരു പേന കൊണ്ട് നടക്കണത്. പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല, എന്നാലും കീശയിലൊരു പേന വേണം. കാരണം എന്തേ? മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.